അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ഇങ്ങനെ ഒരു ഹദീസുണ്ട്: ഒരാളെ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ അടയാളം അനാവശ്യ കാര്യങ്ങളിൽ അവനെ വ്യാപൃതനാക്കലാണ്. അള്ളാഹുവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കലല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി ഒരാളുടെ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞുപോയാൽ അതവന് അതിന്റെ പേരിൽ വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നു, 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവൻ നരകപ്രവേശനത്തിന് തയ്യാറെടുത്തുകൊള്ളട്ടെ. ഈ ഹദീസ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഉപദേശം തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. 1000 പ്രാവശ്യം അടിവരയിട്ട് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു ഹദീസാണ്. ഒരാളെ അള്ളാഹു കൈവിട്ടു എന്നതിന്റെ അടയാളം അനാവശ്യ കാര്യങ്ങളിൽ അവനെ വ്യാപൃതനാക്കലാണ്. ദൈവിക ആജ്ഞകൾ, അള്ളാഹുവിന്റെ ആജ്ഞകൾ ശിരസാവഹിക്കലല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഒരാളുടെ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞുപോയാൽ അതിലവന് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവന്റെ 40 വയസ്സ് അവൻ ഓർമ്മയായ കാലം മുതൽ 40 വയസ്സ് കഴിയുന്ന ആ ഘട്ടത്തില് അവനവന്റെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ, അവന്റെ കണക്ക് പുസ്തകം പരിശോധിക്കുമ്പോൾ, അവൻ സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകുമ്പോൾ, അവൻ മുഹാസബ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിൽ നിന്ന് തന്റെ ജീവിതത്തിൽ തിന്മയാണ് മുന്തി നിൽക്കുന്നത് എങ്കിൽ അവൻ നരകപ്രവേശനത്തിന് തയ്യാറെടുക്കാവുന്നതാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ അപകടകരമായ വണ്ണം നാം പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള വലിയൊരു ഉണർത്തലാണിത്. ഞാൻ വിശദമായി ഈ ഹദീസ് വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, അടുത്ത ദിവസം ഒരു വാർത്ത വല്ലാതെ പ്രചരിക്കുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലുള്ള ഭർതൃമതിയായ, വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ ഒരു അന്യപുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്ത. എന്നിട്ട് ഭർത്താവിന് കത്തെഴുതി വെച്ചു, വോയിസ് മെസ്സേജ് ഭർത്താവിന് അയച്ചു, നിങ്ങൾ എന്നെ ഇനി നോക്കണ്ട, ഞാൻ പോവാണ്, പിന്നെ എന്റെ കുട്ടിയെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് മടുത്തു എന്ന് കണ്ടാ പറഞ്ഞാൽ മതി, കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ 3 മാസമായി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. മുമ്പ് ചിലപ്പോഴൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, അതിപ്പോൾ അതിലേക്ക് കടന്നാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. അത് അല്ലാഹു തആല ചിലർക്ക് നിശ്ചയിച്ചിട്ടുള്ള അവരുടെ വിധിയും അവരുടെ അന്ത്യം മോശമായി പോകുന്നതിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന വഴികളുമൊക്കെയാണ്. നമുക്കതേക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിപ്പോ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ വോയിസ് പ്രകാരം അവൾ തിരിച്ചു വന്നു. കൂടെ പോയ ആളിന് ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവൻ ഇതുപോലെ ഒരുപാട് പേര് തട്ടിക്കൊണ്ടുവന്ന കേസുകളൊക്കെ ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നെന്നും കോടതിയിൽ വന്നെന്നും കോടതി മാതാപിതാക്കളുടെ കൂടെ വിട്ടു എന്നൊക്കെ പറയുന്നു. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള ന്യൂസുകൾ നമുക്ക് കിട്ടുമ്പോൾ നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഉടനെ തന്നെ നാം ഇതുമായിട്ട് അങ്ങോട്ട് ഇരുന്ന് ചിലർക്കൊക്കെ വലിയൊരു സന്തോഷകരമായ വാർത്തയാണ്. ഇതിപ്പോ തന്നെ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ, ആദ്യം അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു 10-2000 ലൈക്ക് കിട്ടും, കുറെ ഷെയർ ചെയ്യും, എന്റെ അക്കൗണ്ട് ശ്രദ്ധിക്കപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വികലമായ, വളരെ മോശമായ ചില ചിന്തകളുടെ പേരിലും അതുപോലെ വാട്സപ്പിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ആവേശം, അത് സത്യത്തിൽ ഒരുതരം മനോരോഗമാണ്. ഇത്തരത്തിലുള്ള നികൃഷ്ടമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ആത്യന്തികമായി ഈ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇതിന്റെ ദോഷം പോയവൾക്കല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ പോയി, അവൾ നശിക്കാൻ തീരുമാനിച്ചവളാണ്, അവൾ പോയി. പിന്നെ അവളുടെ ഭർത്താവോ മാതാപിതാക്കളോ ഉൾപ്പെടെയുള്ളവർക്ക് അതെങ്ങനെ അവരെ ബാധിക്കുന്നു, അവരെ മനോവേദനയും വിഷമങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അവൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയെ അതെങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം ന്യൂസുകളുടെ പ്രചരണത്തിന് വേണ്ടിയും ഇതുപോലെയുള്ള ഇതിനേക്കാളും മോശമായ മറ്റു തരത്തിലുള്ള, അതായത് ചിലപ്പോഴൊക്കെ വാട്സപ്പിലൊക്കെ വളരെ ഹോട്ട് ന്യൂസായിട്ട് വരുന്ന 2 കൊല്ലം മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. 2 കൊല്ലം മുമ്പേ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ, എന്തോ ഒരു പുതിയ സംഭവം ഇപ്പൊ ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ പല സഹോദരങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയുന്നു, ഒരു കാരണവശാലും ഇതിനുവേണ്ടി നാം ചെലവാക്കുന്ന സമയം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സമാധാനം പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല.
പാതിരാത്രികളിൽ മുഴുവനും നാം ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓൺലൈനിൽ നമ്മുടെ സമയം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. നാം നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, നാം സ്വലാത്തിന്റെ പ്രചരണമാണ് നടത്തുന്നതെങ്കിൽ, ദീനീ പ്രബോധനമാണ് നടത്തുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ പ്രചരണമാണ് നടത്തുന്നതെങ്കിൽ, നമ്മുടെ ഒരു സഹോദരനെയെങ്കിലും നാം ചാറ്റ് ചെയ്യുന്നതിലൂടെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും നാം കൊടുക്കുന്ന അവരോടൊപ്പം ഈ ചാറ്റിങ്ങിലൂടെയും മറ്റും ഗൾഫിലും മറ്റും ഇരുന്ന് നാം ഉപയോഗപ്പെടുത്തുന്ന സമയം കൊണ്ട് അവരുടെ ആഖിറത്തിന് ഗുണകരമായ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഫലപ്രദമായ കാര്യമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷം സമയവും ചെലവഴിക്കുന്നത് നിഷിദ്ധമായ വണ്ണം സമയം മറ്റുള്ളവരെ കുറ്റം പറയാനും അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാനും അതിങ്ങനെ മറ്റുള്ളവരെ, അതുപോലെ തന്നെ സംഘടനാപരമായ ഭിന്നിപ്പിന്റെ മേൽ എതിർ സംഘടനയിൽപ്പെട്ട ആളുകളെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പ്രചരണം നടത്താനും അവരെക്കുറിച്ച് അവരെ കുറ്റം പറയാനും അവരെ പ്രതിക്കൂട്ടിലാക്കാനും കിട്ടുന്ന ഏത് ചെറിയ സാധനങ്ങളും തോണ്ടിയെടുത്തിട്ട് അതിങ്ങനെ തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് അതിനെ രൂപപ്പെടുത്തിക്കൊണ്ട് അതിങ്ങനെ മറ്റുള്ളവരിലേക്ക് വിട്ടുകൊടുക്കാനും ഒക്കെ വേണ്ടിയാണ് നാം നമ്മുടെ സമയം വിനിയോഗിക്കുന്നത് എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് അതീവ ഗൗരവമായി നാം ശ്രദ്ധിക്കണം. ഒരാളിനെ അള്ളാഹു വെറുത്തു, അള്ളാഹു അവനെ കൈവിട്ടു എന്നതിന്റെ അടയാളമാണ് അനാവശ്യ കാര്യങ്ങളിൽ അവനെ വ്യാപൃതനാക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാള് നമുക്ക് സ്വയം തോന്നുന്നു നമ്മൾ ഈ അനാവശ്യമായ ഒരു കാര്യത്തിൽ പോയിരുന്നിട്ട് നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നാം ഒന്ന് ഓർക്കണം, ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതിന്റെ കാരണം അള്ളാഹു എന്നെ കൈവിട്ടു എന്നുള്ളതാണ്. അതല്ല നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞിട്ടും കേൾക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം അള്ളാഹു അവനെ കൈവിട്ട് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ ആയുസ്സിൽ നിന്ന് എന്തെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയിലല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചല്ലാതെ ചെലവായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അവന് വല്ലാതെ ദുഃഖിക്കേണ്ടി വരും. ആ ഹദീസിന്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാളുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണ് മുൻതൂക്കമെങ്കിൽ അവൻ നരകപ്രവേശനത്തിന് തയ്യാറായിക്കൊള്ളട്ടെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ എന്താകും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് സമയം നമ്മൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പറ്റിയവണ്ണമുള്ള പടം ഉണ്ടാക്കിയെടുക്കാനും അതിന് പറ്റിയവണ്ണമുള്ള അടിക്കുറിപ്പ് ഉണ്ടാക്കിയെടുക്കാനും അവരെ കുറ്റം പറയാനും ആക്ഷേപിക്കാനും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് ഇ പി ജയരാജൻ രാജിവെക്കുന്ന കാര്യം വരുമ്പോൾ മറുഭാഗത്ത് ബാബുവിനെതിരെ അന്വേഷണം വരുമ്പോൾ ഇതൊക്കെ നമ്മളൊരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്നവർ നിലയിൽ നമുക്ക് നോക്കാം, നമുക്കത് അറിയാം, അല്ലെ ടി വിയിൽ നമുക്കത് കാണാം. ഇതിനപ്പുറത്തേക്ക് ഇതിന്റെ പേരിൽ നമ്മൾ കുറ്റം പറയാനും ആക്ഷേപിക്കാനും അവഹേളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നാം സമയം ചെലവഴിക്കുന്നതെങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതേ ഗ്രന്ഥത്തിന്റെ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അതേ അധ്യായത്തിൽ തന്നെ പറയുന്നു, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ വഫാത്തിന് ശേഷം ഒരാൾ സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷങ്ങളാണ്? ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞ മറുപടി, പഠിച്ചതൊക്കെ പോയി, ജനങ്ങൾ തന്ന പേരും പ്രശസ്തിയും കീർത്തിയെല്ലാം വെറുതെ ആയിപ്പോയി, എനിക്കാകെ കിട്ടിയത് പാതിരായിക്ക് നിർവഹിച്ച എളിയ നമസ്കാരങ്ങൾ മാത്രമാണ് കണക്ക് പുസ്തകത്തിൽ ബാക്കിയുണ്ടായിരുന്നത് എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വളരെ അടുപ്പമുള്ള ഒരാള് ചോദിച്ചപ്പോൾ പറഞ്ഞതായിട്ടും ആ സംഭവം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആ അധ്യായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാതിരാത്രിക്കിരുന്നു കൊണ്ട് രൂപപ്പെടുത്തിയ വാട്സപ്പിലൂടെ രൂപപ്പെടുത്തിയ കോലങ്ങളല്ല, നാം പ്രചരിപ്പിച്ചുവിട്ട വാർത്തകളല്ല. പലപ്പോഴും നാം ചിന്തിക്കും ഇത് ഉള്ള കാര്യമല്ല, ഇതിങ്ങനെ പോണം, അവൾ ശരി തന്നെ, ഉള്ള കാര്യങ്ങളുടെ മേലും നാം അത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ദീനിയായ ഒരു ഗുണമുണ്ടാകുമോ, ശരിക്കും ഉഖ്റവിയായ ഒരു ഗുണമുണ്ടാകുമോ എന്ന് നാം വിലയിരുത്തിയിട്ട് നമുക്കതുകൊണ്ട് ദീനിയായ ഒരു ഗുണവും ആഖിറത്തിനൊരു ഗുണവും ആരെങ്കിലും അത് കേൾക്കുകയോ വായിക്കുകയോ കാണുകയോ ചെയ്യുന്ന ആള് അള്ളാഹുവിനെ ഭയക്കുന്നതിനും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുന്നതിനും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഒക്കെയാണ് ഉതകുന്നതെങ്കിൽ ഒക്കെയാണ്. അതല്ലെന്ന് വരികിലോ നാം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുമുമ്പിലെത്തുമ്പോൾ നാം നഷ്ടവാളികളായി പരിഗണിക്കപ്പെടുകയും നമ്മുടെ ജീവിതം മൊത്തം നഷ്ടത്തിലായി പോവുകയും ചെയ്യും എന്ന കാര്യം നാം ഓർക്കണം. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുനരുത്ഥാന ദിവസം ഒരാൾക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല,
ഏത് കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതം ചെലവഴിച്ചത്, ഏത് വിധേനയാണ് സമ്പത്തുണ്ടാക്കിയത്, അതെങ്ങനെയാണ് ചെലവഴിച്ചത്, തനിക്ക് കിട്ടിയ അറിവ് എങ്ങനെയാണ് വിനിയോഗിച്ചത്, ഇതിന് മറുപടി പറഞ്ഞല്ലാതെ ഒരാളുടെ പോലും പാദം കാല് ചലിപ്പിക്കാൻ കഴിയില്ല. എന്നതിൽ ആദ്യം തന്നെ പറഞ്ഞത് സമയം എങ്ങനെ ചെലവഴിച്ചു, ഏത് കാര്യങ്ങളിലായിട്ടാണ് ജീവിതം ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പാതിരാത്രി മൊത്തം മറ്റുള്ളവരുടെ വാർത്തകൾ പ്രചരിപ്പിക്കാനും മറ്റുള്ളവരെ ആക്ഷേപിക്കാനും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ടാണ് ജീവിതം ചെലവഴിച്ചതെന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നത് ഈ ഹദീസില് ഒരു കാല് മുന്നോട്ട് വെക്കാൻ, ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഓരോ ദിവസവും പറന്നു വീഴുമ്പോൾ ആകാശത്തിൽ നിന്നൊരു വിളി കേൾക്കാമെന്ന്. ആദം സന്തതികളെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ് ഇന്നത്തെ ഈ ദിവസം. സൽക്കർമ്മങ്ങളിലൂടെ എന്നെ വരുതിയിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പുനരുത്ഥാന നാൾ വരെ ഇനി ഒരിക്കലും ഞാനുണ്ടാവില്ല. ഓരോ ദിവസവും ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അപ്പൊ ആ ദിവസം നമുക്ക് എങ്ങനെ ഫലപ്പെടുത്താൻ പറ്റും, എങ്ങനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ പറ്റും, ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാനും നിങ്ങളും ഉൾപ്പെടെ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളും ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ സമയം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ വിനിയോഗിക്കുന്നവരിൽ പെടുത്തി ഇരുലോകവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആയിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ദുആയിക്ക് തയ്യാറെടുക്കുക.